ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ ഈ വർഷം റിലീസാവാൻ പോകുന്ന മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഒരേ ഒരു ചിത്രം. എന്നാൽ ജസ്റ്റ് അനദർ ന്യൂ MC മൂവി എന്നതിനേക്കാൾ ഉപരി MC തുടങ്ങാൻ വലിയ ഇൻസ്പിറേഷനായി മാറിയ സാക്ഷാൽ കെവിൻ ഫെയ്ഗി ആദ്യമായി മാർവൽ വർക്ക് ചെയ്ത 2000 മുതൽ ആരംഭിച്ച ഫോക്സിന്റെ എക്സ്മെൻ ഫ്രാഞ്ചൈസിക്കുള്ള ഒരു ബിഗ് ട്രിബ്യൂട്ട് കൂടിയാണ് ഈ ചിത്രം. അതുകൊണ്ട് തന്നെ ടൈറ്റിൽ ക്യാരക്ടേഴ്സായ ഡെഡ്പൂളും വൂൾവറിനും മാത്രമല്ല, മുൻ എക്സ്മെൻ സിനിമകളിലെ മറ്റു പല ക്യാരക്ടേഴ്സും ഈ സിനിമയിൽ ഗസ്റ്റ് റോൾസ് ആയിട്ടും റെഫറൻസ് ആയിട്ടും ഒക്കെ തിരിച്ചു വരുന്നുണ്ട്. സോ ഈ ഒരു സിനിമ കാണുന്നതിന് മുന്നേ മുൻ എക്സ്മെൻ സിനിമകളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും കാണേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ കാണുന്നതിന് മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെ മൂവീസ് കാണണമെന്ന്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എക്സ്മെൻ്റെ ഒറിജിനൽ ടൈം ലൈൻ സിനിമകളും ലോഗൻ മൂവിയും പിന്നെ ഡെഡ്പൂൾ മൂവീസുമാണ്. എന്നാൽ ഇതുപോലും കാണാൻ കുറേ പേർക്ക് ടൈം കിട്ടിയിട്ടുണ്ടാവില്ല. സോ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ എക്സ്മെൻ ഒറിജിനൽ ടൈം ലൈനിലെ സിനിമകളുടെ എല്ലാം സ്റ്റോറി ക്വിക്കായിട്ടൊന്ന് പറഞ്ഞു പോവുകയാണ്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ കാണുന്നതിന് മുന്നേ യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു എക്സ്ട്രാ എക്സ്പീരിയൻസ് ആയിരിക്കും സിനിമയിൽ ലഭിക്കുക. വെൽക്കം ടു കൊമിക് മന്ത്ര. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. ഒരു സിംഗിൾ സെൽ ഓർഗാനിസമിൽ നിന്നാണ് ഇന്ന് ലോകത്ത് കാണുന്ന എല്ലാ ജീവജാലങ്ങളും ഉണ്ടായത്. സഹസ്രാബ്ദങ്ങൾ നീണ്ട എവല്യൂഷൻ പ്രോസസ്സിന്റെ ഏറ്റവും അറ്റത്താണ് ഇന്ന് നമ്മൾ ഹോമോസേപ്പിയൻസ്, ഹോമോ നിയാൻഡർതാൽസ്, ഹോമോ ഇറക്ടസ് എന്നിങ്ങനെ ഒരുപാട് ആൻസസ്റ്റേഴ്സിന് ശേഷമാണ് ഇന്ന് ഹോമോസേപ്പിയൻസ് ജീവിക്കുന്നത്. ഹോമോസേപ്പിയൻസിന് ശേഷമുള്ള അടുത്ത എവല്യൂഷണറി സ്റ്റെപ്പാണ് മ്യൂട്ടൻസ്. മ്യൂട്ടൻസിന്റെ പ്രത്യേകത അവർക്കുള്ള സൂപ്പർ പവേഴ്സ് ആണ്. ഓരോരുത്തർക്കും യുണീക്കായ എബിലിറ്റീസ് ആവും ഉണ്ടാവുക. ചിലർക്ക് ഇത് അനുഗ്രഹമാണെങ്കിൽ ചിലർക്ക് ഇതൊരു ശാപമാണ്. ഒറ്റയടിക്ക് ഹോമോസേപ്പിയൻസ് ഇല്ലാതായിട്ടല്ല മ്യൂട്ടൻസ് ഉണ്ടാവുന്നത്. ഹോമോസാപ്പിയൻസിന്റെ കൂടെ തന്നെ മ്യൂട്ടൻസ് കോഎക്സിസ്റ്റ് ചെയ്തു പോകുന്നു. എവല്യൂഷൻ തിയറിയിലും ഇങ്ങനെ തന്നെയാണ്. ഒരേ സമയം തന്നെ ഹ്യൂമൻസിന്റെ 2 വേർഷനുകളും കോഎക്സിസ്റ്റ് ചെയ്ത ശേഷം മാത്രമാകും അതിലൊരെണ്ണം ഇവഞ്ച്വലി സർവൈവ് ചെയ്യുക. മ്യൂട്ടൻസിന്റെ കാര്യവും ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ മ്യൂട്ടൻസ് ഹ്യൂമൻസും തമ്മിലുണ്ടാകുന്ന ഇന്നിക്വാലിറ്റിയും സംഘർഷങ്ങളും ഒരേ സ്ട്രഗിളിനെ പല രീതിയിൽ നേരിടുന്ന ഡിഫറന്റ് മ്യൂട്ടൻസിന്റെയും കഥകളാണ് എക്സ്മെനിലുള്ളത്. എക്സ്മെൻ ഫസ്റ്റ് ക്ലാസ് 1944 ജർമ്മനിയിലെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നാസി ഓഫീസർ ക്ലോസ് ഷ്മിഡ് കുട്ടിയായ എറിക് ലെൻഷർ തന്റെ മാതാപിതാക്കളിൽ നിന്ന് വേർപിരിഞ്ഞപ്പോൾ മനസ്സുകൊണ്ട് മെറ്റൽ ഗേറ്റ് വളയ്ക്കുന്നതിന് സാക്ഷിയായി. ഷ്മിഡ് എറിക്കിനെ തന്റെ ഓഫീസിലേക്ക് കൊണ്ടുവരികയും അവനോട് മേശപ്പുറത്തൊരു നാണയം നീക്കാൻ പറയുകയും ചെയ്യുന്നു. എന്നാൽ എറിക്കിന് ഇത് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ഷ്മിഡ് അവന്റെ അമ്മയെ കൊല്ലുന്നു. അസ്വസ്ഥനായ എറിക്കിന്റെ മാഗ്നറ്റിക് പവർ പ്രകടമാവുകയും മുറിയെ മുഴുവൻ ആ കുട്ടി നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇതേസമയം ന്യൂയോർക്കിലെ വെസ്റ്റ്ചെസ്റ്റർ കൗണ്ടിയിലുള്ള ഒരു മാളികയിൽ ടെലിപാത്ത് പവേഴ്സ് ഉള്ള കുട്ടിയായ ചാൾസ് എക്സേവിയർ തന്റെ വീട്ടിൽ ഒളിച്ചു കയറിയ റേവൻ എന്ന പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. അവളുടെ രൂപം നീലത്തൊലിയും ചെതുമ്പലുമാണ്. റേവൻ ഷേപ്പ് ഷിഫ്റ്റർ ആണ്. ഇരുവരും തങ്ങളുടെ പവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നു. തന്നെ പോലെ വ്യത്യസ്തമായ ഒരു കുട്ടിയായതിനാൽ തന്റെ വീട്ടിൽ അവളെ താമസിക്കാൻ സേവിയർ ക്ഷണിക്കുന്നു. വർഷങ്ങൾ കടന്നുപോയി. 1962 എറിക് ലെൻഷർ തന്റെ പ്രതികാരം വീട്ടാനായി ഷ്മിഡിനെ തേടി നടക്കുന്നു. അതേസമയം എക്സേവിയർ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി. ലാസ് വെഗാസിൽ CIA ഓഫീസർ മോയിറ മക്ടാഗ്രൻ US ആർമി കേണൽ ഹെൻറിയെ പിന്തുടർന്ന് ഹെൽഫെയർ ക്ലബ് എന്ന സീക്രട്ട് സൊസൈറ്റിയിലേക്ക് എത്തുന്നു. അവിടെ അവൾ ഷ്മിഡിനെ കാണുന്നു. ഇപ്പോൾ സെബാസ്റ്റ്യൻ ഷാ എന്നാണ് ഷ്മിഡിന്റെ പേര്. അയാളുടെ സിംഗിടികളായി ചില മ്യൂട്ടൻസും കൂടെയുണ്ട്. മ്യൂട്ടൻ ടെലിപാത്ത് എമ്മ ഫ്രോസ്റ്റ്, ചുഴലിക്കാറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന റിപ്റ്റൈൽ, ടെലിപ്പോർട്ടറായ അസൈസൽ എന്നിവരായിരുന്നു അത്. കേണൽ ഹെൻറി ഷാ ഭീഷണിപ്പെടുത്തിയ ശേഷം കൊല്ലുന്നു. ഷാ ഒരു മ്യൂട്ടന്റ് ആണെന്ന് റിവീൽ ആവുന്നു. മ്യൂട്ടേഷനെ കുറിച്ച് അറിയാൻ സേവിയറിന്റെ അഡ്വൈസ് ചെയ്യുന്ന മോയിറ സേവിയറിനെ റേവനെയും CIA കൊണ്ടുപോകുന്നു. അവിടെ അവർ മ്യൂട്ടന്റുകൾ ഉണ്ടെന്നും ഷാ ഒരു ഭീഷണിയാണെന്നും ഡയറക്ടർ മക്കോണിനെ ബോധ്യപ്പെടുത്തുന്നു. മറ്റൊരു CIA ഓഫീസർ മ്യൂട്ടന്റുകളെ സ്പോൺസർ ചെയ്യുകയും അവരെ സീക്രട്ട് ഡിവിഷൻ എക്സ് ഫെസിലിറ്റിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. എറിക് ഷായെ ആക്രമിക്കുന്നത് മോയിറയും സേവിയറും കണ്ടെത്തുന്നു. എന്നാൽ എറിക്കിനെ തോപിച്ച് ഷാ രക്ഷപ്പെടുന്നു. മുങ്ങി മരിക്കാറായ എറിക്കിനെ സേവിയർ രക്ഷിക്കുന്നു. സേവിയർ എറിക്കിനെ ഡിവിഷൻ എക്സിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ അവർ മറ്റൊരു മ്യൂട്ടന്റായ ശാസ്ത്രജ്ഞൻ ഹാങ് മക്കോയെ കണ്ടുമുട്ടുന്നു. മറ്റു മ്യൂട്ടന്റുകളെ അന്വേഷിക്കാനും റിക്രൂട്ട് ചെയ്യാനും സേവിയർ മക്കോയുടെ മ്യൂട്ടൻ ലൊക്കേറ്റിംഗ് ഉപകരണമായി സെറീബ്രോ ഉപയോഗിക്കുന്നു. സേവിയറും എറിക്കും അങ്ങനെ ഒരുപാട് മ്യൂട്ടൻസിനെ റിക്രൂട്ട് ചെയ്യുന്നു. മ്യൂട്ടന്റുകളെ അവരുടെ പവേഴ്സ് പ്രയോജനപ്പെടുത്താൻ സേവിയർ സംഘവും ട്രെയിൻ ചെയ്യിക്കുന്നു. അവർക്കിടയിൽ പ്രത്യേകിച്ച് എറിക്കും ചാൾസും തമ്മിൽ വ്യത്യസ്തമായ ഐഡിയോളജീസ് ഉണ്ടായിട്ടുകൂടി ആഴത്തിലുള്ള ഒരു ബന്ധം രൂപപ്പെടുന്നു. ചാൾസ് മനുഷ്യനുമായി സമാധാനപരമായി കോഎക്സിസ്റ്റ് ആകാൻ വേണ്ടി വാദിക്കുന്നു. എന്നാൽ അതേസമയം തന്റെ ഹോണ്ടിങ് പാസ്റ്റ് മൂലം എറിക് മ്യൂട്ടൻസ് സ്വയം സംരക്ഷിക്കാൻ ഹ്യൂമൻസിന് മേൽ ആധിപത്യം സ്ഥാപിക്കണമെന്ന് വിശ്വസിക്കുന്നു. സോവിയറ്റ് യൂണിയനിലെത്തിയ സേവിയർ സംഘവും വേൾഡ് വാർ 3 കൊണ്ടുവരാനാണ് ഷായുടെ പ്ലാൻ എന്ന് അറിയുന്നു. ലോകത്തെ ആണവയുദ്ധത്തിന് വക്കിലെത്തിക്കാൻ ഷാ സോവിയറ്റ് യൂണിയനെയും അമേരിക്കയും മാനിപ്പുലേറ്റ് ചെയ്യുന്നു. ഇതിനിടെ റേവന്റെ DNA നിന്ന് മ്യൂട്ടേഷനുള്ള ക്യൂർ കണ്ടെത്തിയെന്ന് കരുതി മക്കോയ് തന്റെ ശരീരത്തിൽ ഇത് കുത്തിവെച്ചെങ്കിലും ബാക്ക് ഫയർ ചെയ്ത് മക്കോയ് നീല രൂപങ്ങളുള്ള ഒരു വലിയ രൂപമായി മാറുന്നു. പിൽക്കാലത്ത് ബീസ്റ്റ് എന്നറിയപ്പെടുന്നത് ഈ മക്കോയാണ്. ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയുടെ സമയത്താണ് ചിത്രത്തിന് ക്ലൈമാക്സ് സംഭവിക്കുന്നത്. അവിടെ എക്സ്മെൻ ഒരു സോവിയറ്റ് കപ്പലിൽ ഷായ അനുയായികളെ നേരിടുന്നു. അമ്മയുടെ മരണത്തിൽ പ്രതികാരം ചെയ്തുകൊണ്ട് ഷായുടെ തലച്ചോറിലൂടെ ഒരു നാണയം കയറ്റിവിട്ട് എറിക് ഷായെ കൊല്ലുന്നു. ഷായെ പരാജയപ്പെടുത്തിയ ശേഷം US സോവിയറ്റ് കപ്പലുകളുടെ ആയുധങ്ങൾ അവരുടെ നേരെ തിരിഞ്ഞു. മ്യൂട്ടന്റുകളെ ഒരു പൊതുശത്രുവായി അവർ കാണുന്നു എന്നായിരുന്നു ഇതിനർത്ഥം. എന്നാൽ എറിക് മിസൈലുകളെ കപ്പലുകളുടെ നേരെ തിരിച്ചുവിട്ട് ഹ്യൂമൻസിനെ കൊല്ലാൻ നോക്കുന്നു. പക്ഷേ സേവിയർ ഇടപെടുന്നു. ഈ കെയോസിനിടയിൽ മോയിറ എറിക്കിനെതിരെ വെടിയുതിർക്കുന്നു. ബുള്ളറ്റുകൾ എറിക്ക് വഴിതിരിച്ചു വിടുമ്പോൾ അറിയാതെ സേവിയറിന്റെ കാലിൽ പതിക്കുന്നു. അങ്ങനെ സേവിയർ പാരലൈസ്ഡ് ആകുന്നു. സേവിയറും എറിക്കും വ്യത്യസ്ത ഐഡിയോളജീസ് കാരണം രണ്ടായി പിരിയുമ്പോൾ ടീമിലുള്ളവരും ഇരുപക്ഷങ്ങളിൽ ചേരുന്നു. റേവൻ അഥവാ മിസ്റ്റീക്, അസൈസൽ, റിപ്റ്റൈഡ്, ഏഞ്ചൽ എന്നിവർ ഉൾപ്പെടെയുള്ള മ്യൂട്ടന്റുകളുടെ ഒരു ഭാഗം എറിക്കിനൊപ്പം ചേർന്നു. ബാക്കിയുള്ളവർ സേവിയറിനൊപ്പവും.
സേവിയർ മ്യൂട്ടന്റുകളുടെ ശക്തികൾ നിയന്ത്രിക്കാനും മനുഷ്യരുമായി യോജിച്ച് ജീവിക്കാനും പഠിപ്പിക്കുന്നതിനായി ഒരു സ്കൂൾ തുറക്കാൻ തീരുമാനിക്കുന്നു. ഇപ്പോൾ വീൽചെയറിൽ കഴിയുന്ന ചാൾസും എറിക്കും വേർപിരിയുന്നതും അവരുടെ ഭാവി സംഘടനകൾക്ക് കളമൊരുക്കുന്നതുമായാണ് സിനിമ അവസാനിക്കുന്നത്. ഷോയുടെ കയ്യിലുണ്ടായിരുന്ന ടെലിപ്പതി തടയുന്ന ഹെൽമെറ്റ് ധരിച്ച എറിക് മാഗ്നെറ്റോ ആയി മാറുന്നു. അതേസമയം പ്രൊഫസർ എക്സ് എന്ന പേര് സ്വീകരിച്ച് സേവിയർ തന്റെ സ്കൂൾ ആരംഭിക്കുന്നു. എക്സേവിയർ സ്കൂൾ ഫോർ ദ ഗിഫ്റ്റഡ്. എക്സ്മെൻ എന്ന ടീമിന്റെ തുടക്കമായിരുന്നു അത്. എക്സ്മെൻ ഒറിജിൻസ് വോൾവറീൻ. 1845 ജെയിംസ് ഔലറ്റ് എന്ന കുട്ടി തന്റെ പിതാവിന്റെ കൊലപാതകത്തിന് സാക്ഷ്യം വഹിച്ചതിന് ശേഷം തന്റെ ഉള്ളിലുള്ള ബോൺ ഗ്ലൗസിന്റെ മ്യൂട്ടൻ ശക്തി കണ്ടെത്തി. അവൻ കൊലപാതകയെ കൊല്ലുന്നു. എന്നാൽ അത് ജെയിംസിന്റെ യഥാർത്ഥ അച്ഛനായിരുന്നു. സിമിലർ പവേഴ്സുള്ള തന്റെ അർദ്ധ സഹോദരൻ വിക്ടർ ക്രീഡിനൊപ്പം ജെയിംസ് പലായനം ചെയ്യുന്നു. പിന്നീട് ലോഗൻ എന്ന പേര് ജെയിംസ് സ്വീകരിക്കുന്നു. അമേരിക്കൻ സിവിൽ വാർ, 2 ലോകമഹായുദ്ധങ്ങൾ ഉൾപ്പെടെ പതിറ്റാണ്ടുകളായി ഒട്ടേറെ യുദ്ധത്തിൽ സഹോദരന്മാർ ഒരുമിച്ച് പോരാടുന്നു. വിയറ്റ്നാം യുദ്ധ സമയത്ത് വിക്ടറിന്റെ വർദ്ധിച്ചു വരുന്ന രക്തദാഹം അവരെ രണ്ടുപേരെയും കുഴപ്പത്തിലാക്കുന്നു. ഇരുവരെയും വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. എന്നാൽ ഹീലിംഗ് ഫാക്ടേഴ്സ് കാരണം അവരത് സർവൈവ് ചെയ്യുന്നു. ഇരുവരെയും പറ്റിയറിഞ്ഞ മേജർ വില്യം സ്ട്രൈക്കർ ലോഗനെയും വിക്ടറിനെയും ടീം എക്സിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു. മ്യൂട്ടന്റുകളുടെ ഒരു സീക്രട്ട് ഓപ്പറേറ്റിംഗ് യൂണിറ്റ് ആണ് ടീം എക്സ്. വെയ്ഡ് വിൽസൺ, ഏജന്റ് സീറോ, റെയ്ത്ത് തുടങ്ങിയ മ്യൂട്ടന്റുകളാണ് ടീമിൽ ഉൾപ്പെടുന്നത്. എന്നാൽ ടീമിന്റെ ക്രൂരമായ രീതികൾ കാരണം ആഫ്രിക്കയിലെ ഒരു മിഷന് ശേഷം ലോഗൻ ടീമിൽ നിന്ന് പിരിഞ്ഞു പോകുന്നു. 6 വർഷത്തിന് ശേഷം ലോഗൻ കാമുകിയായ കെയ്ല സെല്ലർ ഫോക്സിനൊപ്പം കാനഡയിൽ സമാധാനപരമായ ജീവിതം നയിക്കുന്നു. ലോഗനെ സ്ട്രൈക്കർ സമീപിക്കുന്നു. ആരോ മുൻ ടീം എക്സ് അംഗങ്ങളെ ലക്ഷ്യമിടുന്നുണ്ടെന്ന് സ്ട്രൈക്കർ മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ വിക്ടർ അവിടെ എത്തി കെയ്ലയെ കൊലപ്പെടുത്തുന്നു. പ്രതികാരം തേടി സ്ട്രൈക്കറുടെ വെപ്പൺ എക്സ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ലോഗൻ സമ്മതിക്കുന്നു. അവിടെ അഡമാൻഡിയം എന്ന ഇൻഡിസ്ട്രക്റ്റബിൾ മെറ്റൽ ലോഗന്റെ അസ്ഥികൂടവുമായി മെർജ് ചെയ്യാനായിരുന്നു സ്ട്രൈക്കറുടെ പ്ലാൻ. കെയ്ല നൽകിയ വൂൾവറീൻ എന്ന പേര് ലോഗൻ സ്വീകരിക്കുന്നു. ഈ പ്രോസസ്സിന് ശേഷം സ്ട്രൈക്കർ ലോഗന്റെ ഓർമ്മകൾ മായ്ക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ലോഗൻ രക്ഷപ്പെടുന്നു. ലോഗൻ വിക്ടറിനെ കണ്ടെത്തുകയും കെയ്ല ജീവിച്ചിരിപ്പുണ്ടെന്നും തന്റെ പരീക്ഷണങ്ങൾക്കായി മ്യൂട്ടന്റുകൾ ഉപയോഗിക്കുന്ന സ്ട്രൈക്കറിന് വേണ്ടി കെയ്ല പ്രവർത്തിക്കുന്നുവെന്നും മനസ്സിലാക്കുന്നു. കെയ്ലയുടെ അനീതിയെ സ്ട്രൈക്കർ പിടിച്ചു വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നാടകം കളിക്കേണ്ടി വന്നത്. ലോഗനെ എക്സ്പെരിമെന്റ് ചെയ്ത് തന്റെ വെപ്പണാക്കാനായിരുന്നു സ്ട്രൈക്കറുടെ പ്ലാൻ. കുറച്ച് ഫൈറ്റ്സിന് ശേഷം അനിയത്തി അടക്കമുള്ള മറ്റു മ്യൂട്ടൻസിനെ രക്ഷിക്കാൻ കെയ്ലയെ ലോഗൻ സഹായിക്കുന്നു. 3 മൈൽ ഐലൻഡിൽ വെച്ച് ലോഗൻ സ്ട്രൈക്കറിനെ നേരിടുന്നു. സ്ട്രൈക്കർ വെപ്പൺ 11 സൃഷ്ടിക്കുന്നു. സ്ട്രൈക്കർ നിയന്ത്രിക്കുന്ന ഒന്നിലധികം മ്യൂട്ടന്റുകളുടെ കഴിവുള്ള ഒരു സൂപ്പർ മ്യൂട്ടന്റാണ് വെപ്പൺ 11. ഈ മ്യൂട്ടന്റ് വെയ്ഡ് വിൽസൺ ആയിരുന്നു. ഇപ്പോൾ ഡെഡ്പൂൾ എന്നറിയപ്പെടുന്ന ഒരു വിചിത്ര രൂപിയായി വെയ്ഡ് മാറി. ലോഗനും വിക്ടറും വെപ്പൺ 11 പരാജയപ്പെടുത്താൻ താൽക്കാലികമായി ഒരുമിക്കുന്നു. വെപ്പൺ 11 തല ലോഗൻ ചോപ്പ് ചെയ്യുന്നു. ഫൈറ്റിന് ശേഷം ലോഗനെ സ്ട്രൈക്കർ അഡമാൻഡിയം ബുള്ളറ്റുകൾ ഉപയോഗിച്ച് വെടിവെച്ചു. അത് ലോഗന്റെ ഓർമ്മ നഷ്ടമാകാൻ കാരണമാവുന്നു. ഓർമ്മ നഷ്ടപ്പെട്ട ലോഗൻ അലഞ്ഞു തിരിയുന്നതോടെയാണ് സിനിമ അവസാനിക്കുന്നത്. സ്ട്രൈക്കറെ മിലിറ്ററി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു. ലോഗൻ രക്ഷിച്ച മ്യൂട്ടന്റുകളെ പ്രൊഫസർ ചാൾസ് എക്സേവിയർ രക്ഷിച്ച് തന്റെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ചോപ്പ് ചെയ്ത ഡെഡ്പൂളിന്റെ തല ജീവനോടെ ഉണ്ടെന്ന് കാണിക്കുന്നു. എക്സ്മെൻ 1 വർഷം 2000 സെനറ്റർ റോബർട്ട് കെല്ലി മ്യൂട്ടന്റ് രജിസ്ട്രേഷൻ നിയമത്തിനെ വാദിക്കുന്നു. ഇത് മ്യൂട്ടന്റുകളെ അവരുടെ ഐഡന്റിറ്റികളും പവേഴ്സും പരസ്യമായി വെളിപ്പെടുത്താൻ നിർബന്ധിതരാക്കി. ഇതേ മീറ്റിംഗിൽ വെച്ച് മുൻ സുഹൃത്തുക്കളായ മാഗ്നറ്റോയും പ്രൊഫസർ എക്സും കണ്ടുമുട്ടുന്നു. മിസിസിപ്പിയിൽ മാരി എന്ന പെൺകുട്ടി തന്റെ കാമുകനെ ചുംബിച്ച് കോമയിലാക്കി. മറ്റുള്ളവരുടെ ലൈഫ് ഫോഴ്സും പവേഴ്സും സ്പർശനത്തിലൂടെ ആഗിരണം ചെയ്യാനുള്ള അവളുടെ മ്യൂട്ടൻ പവർ അങ്ങനെ പുറത്തു വന്നു. അവൾ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് പേടിച്ചൊളിച്ചോടി റോഗ് എന്ന പേര് സ്വീകരിച്ചു. കാനഡയിലെത്തിയ റോഗ് ലോഗൻ അഥവാ വൂൾവറീനെ കണ്ടുമുട്ടുന്നു. ഒരു ആക്രമണത്തിൽ നിന്ന് വൂൾവറീൻ അവളെ രക്ഷിച്ചതിന് ശേഷം അവർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. വൂൾവറീനെയും റോഗിനെയും മാഗ്നറ്റോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സേബർ ടൂത്ത് ആക്രമിക്കുന്നു. പ്രൊഫസർ എക്സിന്റെ ടീമായ എക്സ്മെനിലെ അംഗങ്ങളായ സൈക്ലോപ്സ് സ്റ്റോമും അവരെ രക്ഷപ്പെടുത്തുന്നു. അവരെ സേവിയർ സ്കൂൾ ഫോർ ഗിഫ്റ്റഡ് യങ്സ്റ്റേഴ്സിലേക്ക് എക്സ്മെൻ കൊണ്ടുപോകുന്നു. മനുഷ്യരും മ്യൂട്ടന്റുകളും തമ്മിലുള്ള സമാധാനപരമായ കോഎക്സിസ്റ്റൻസിനെ കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട് സേവിയർ വിശദീകരിക്കുകയും വൂൾവറീനെയും റോഗിനെയും മറ്റ് എക്സ്മെനെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. പുതുതായി അക്കൂട്ടത്തിലുള്ളത് ജീൻ ഗ്രേ ആണ്. ഒരു ടെലിക്കനറ്റിക്കും ടെലിപ്പാത്തുമാണ് ജീൻ ഗ്രേ. അതായത് പ്രൊഫസർ എക്സിന്റെയും മാഗ്നറ്റോയുടെയും പവേഴ്സ് ജീനിനുണ്ട്. സൈക്ലോപ്സ് ജീനുമായി പ്രണയത്തിലാണ്. പക്ഷെ വൂൾവറീനും ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഇവരുടെ ലവ് ട്രയാങ്കിൾ പലപ്പോഴായി കാണിക്കുന്നുണ്ട്. അതേസമയം മ്യൂട്ടന്റുകളാണ് മനുഷ്യരിൽ ആധിപത്യം സ്ഥാപിക്കേണ്ടതെന്ന് വിശ്വസിക്കുന്ന മാഗ്നറ്റോ മനുഷ്യരെ മ്യൂട്ടന്റുകളാക്കി മാറ്റാൻ കഴിയുന്ന ഒരു യന്ത്രം നിർമ്മിക്കുന്നു. എന്നിരുന്നാലും ഈ പ്രോസസ് അസ്ഥിരവും ഡേഞ്ചറസുമാണ്. എല്ലിസ് ഐലൻഡിൽ നടക്കുന്ന ഉച്ചകോടി ലോക നേതാക്കളെല്ലാം വരുന്നുണ്ട്. അന്ന് ഇത് അവർക്കെതിരെ ഉപയോഗിക്കാൻ മാഗ്നറ്റോ പദ്ധതിയിടുന്നു. മാഗ്നറ്റോയുടെ ബ്രദർഹുഡ് ഓഫ് മ്യൂട്ടൻസിൽ ഷേപ്പ് ഷിഫ്റ്ററായ റേവൻ അഥവാ മിസ്റ്റീക്, പിന്നെ നീണ്ട നാക്കുള്ള ചടുലമായി നീങ്ങുന്ന ടോഡ്, പിന്നെ സേബർ ടൂത്ത് എന്നിവരാണ് പ്രധാനമായും ഉള്ളത്. ഒരു രാത്രി വൂൾവറീന്റെ ഹീലിംഗ് പവേഴ്സ് ആക്സിഡന്റലി റോഗ് അബ്സോർബ് ചെയ്യുന്നു. ഈ സംഭവം താൻ മറ്റുള്ളവർക്ക് അപകടമാണെന്ന് വിശ്വസിക്കാൻ അവളെ പ്രേരിപ്പിക്കുന്നു. ഇതിനിടയിൽ കൂടെ അവളെ വേഷം മാറി വന്ന മിസ്റ്റീക് മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ റോഗ് ആരോടും പറയാതെ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. പക്ഷെ മാഗ്നറ്റോ അവളെ പിടികൂടുന്നു. മാഗ്നറ്റോയുടെ യഥാർത്ഥ ടാർഗറ്റ് റോഗ് ആയിരുന്നു. തന്റെ യന്ത്രത്തിന് ശക്തി പകരാനുള്ള റോഗിന്റെ കഴിവ് മാഗ്നറ്റോയ്ക്ക് ആവശ്യമാണ്. എക്സ്മെൻ മാഗ്നറ്റോയുടെ പദ്ധതി കണ്ടെത്തുകയും അയാളെ തടയാൻ ലിബർട്ടി ഐലൻഡിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്യുന്നു. ഈ ഐലൻഡാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഉള്ളത്. എക്സ്മെനും മാഗ്നറ്റോയുടെ ബ്രദർഹുഡും തമ്മിൽ ഒരു യുദ്ധം തന്നെ നടക്കുന്നു. മാഗ്നറ്റോ തന്റെ മെഷീൻ ആക്റ്റീവ് ആക്കാൻ വേണ്ടി റോഗിനെ ഉപയോഗിക്കുന്നു. ഈ പ്രോസസ് അവളെ ദുർബലപ്പെടുത്തുകയും അവളുടെ ജീവൻ അപകടത്തിലാക്കുകയും ചെയ്യുന്നു. വൂൾവറീൻ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ മുകളിലേക്ക് കയറി യന്ത്രത്തെ നശിപ്പിക്കുകയും റോഗിനെ രക്ഷിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ലോഗൻ അവളെ സ്പർശിച്ചുകൊണ്ട് തന്റെ ഹീലിംഗ് ഫാക്ടേഴ്സ് അവർക്ക് കൈമാറുന്നു. അങ്ങനെ ലോഗൻ റോഗിന്റെ ജീവൻ രക്ഷിക്കുന്നു. മാഗ്നറ്റോ ഒരു പ്ലാസ്റ്റിക് പ്രസലിൽ തടവിലാകുന്നു. മാഗ്നറ്റോയുടെ പ്രോട്ടോടൈപ്പ് മെഷീൻ ഉപയോഗിച്ച് മുമ്പ് മ്യൂട്ടന്റായി കൺവേർട്ട് ചെയ്യപ്പെട്ട സെനറ്റർ കെല്ലി മ്യൂട്ടേഷൻ പ്രക്രിയയുടെ അസ്ഥിരത കാരണം മരിക്കുന്നു. സോ മിസ്റ്റീക് കെല്ലിയുടെ രൂപമായി ആൾമാറാട്ടം ചെയ്യുന്നു.
വൂൾവറിൻ തന്റെ ഭൂതകാലത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് തന്റെ അഡമാന്റിയം സ്കെൽറ്റനെ കുറിച്ചുള്ള ഉത്തരം തേടാൻ സ്കൂൾ വിട്ട് യാത്ര ആരംഭിച്ചു. X2 എക്സ്മെൻ യുണൈറ്റഡ്. ടെലിപ്പോർട്ടിംഗ് മ്യൂട്ടന്റായി നൈറ്റ് ക്രോളർ വൈറ്റ് ഹൌസിൽ കയറി അമേരിക്കൻ പ്രസിഡന്റിനെ വധിക്കാൻ ശ്രമിക്കുന്നു. ഇത് ആന്റി മ്യൂട്ടൻ വികാരം വർദ്ധിപ്പിക്കുന്നു. ഈ അറ്റാക്കിന് പിന്നിൽ കേണൽ വില്യം സ്ട്രൈക്കർ ആയിരുന്നു. എക്സ്മെൻ ഒറിജിൻസ് വൂൾവറിനിലെ സെയിം സ്ട്രൈക്കർ തന്നെയാണിത്. ആ സിനിമയിൽ മറ്റൊരു ആക്ടർ ആയിരുന്നു ഈ റോൾ ചെയ്തെന്ന് മാത്രം. സ്ട്രൈക്കറുടെ മകൻ ജെയ്സൺ മൈൻഡ് കൺട്രോൾ കഴിവുള്ള ഒരു മ്യൂട്ടന്റ് ആണ്. തന്റെ മകന്റെ സഹായത്തോടെയാണ് നൈറ്റ് ക്രോളർ അടക്കമുള്ള മ്യൂട്ടൻസിനെ സ്ട്രൈക്കർ കൺട്രോൾ ചെയ്ത് ഇത്തരം അറ്റാക്സ് നടത്തി ആന്റി മ്യൂട്ടൻ വികാരം കൂട്ടുന്നത്. ഈ പേരും പറഞ്ഞ് പ്രൊഫസർ എക്സിന്റെ സ്കൂൾ ആക്രമിക്കുന്ന സ്ട്രൈക്കർ സേവിയറിനെയും ചില സ്റ്റുഡൻസിനെയും കസ്റ്റഡിയിലാക്കുന്നു. എന്നാൽ വൂൾവറിൻ അടക്കമുള്ള എക്സ്മെൻ ടീം രക്ഷപ്പെടുന്നു. സ്ട്രൈക്കർ എന്ന കോമൺ ത്രെറ്റിനെ നേരിടാൻ എക്സ്മെനും മാഗ്നറ്റോയുടെ ബ്രദർഹുഡും ഒരുമിക്കുന്നു. ഓൾറെഡി മിസ്റ്റീക് പ്ലാസ്റ്റിക് പ്രിസണിൽ നിന്നും മാഗ്നറ്റോയെ രക്ഷിച്ചിരുന്നു. സേവിയർ ലോകത്തുള്ള എല്ലാ മ്യൂട്ടൻസിനെയും കണ്ടെത്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് സെറീബ്രോ മെഷീൻ കൊണ്ടാണ്. സ്ട്രൈക്കർ സെറീബ്രോയുടെ ഒരു ഡിഫറന്റ് വേർഷൻ ഉണ്ടാക്കി ജെയ്സന്റെ മൈൻഡ് പവേഴ്സ് ഉപയോഗിച്ച് സേവിയറിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ലോകത്തുള്ള എല്ലാ മ്യൂട്ടൻസിനെയും സെറീബ്രോ വഴി കൊല്ലാനായിരുന്നു പ്ലാൻ. ആൽക്കലി ലേക്കിലാണ് സ്ട്രൈക്കറിന്റെ ബേസ് എന്ന് എക്സ്മെനും മാഗ്നറ്റോയും കണ്ടെത്തുന്നു. എക്സ്മെൻ ബേസിലേക്ക് നുഴഞ്ഞു കയറുന്നു. സൈക്ലോപ്സും ജീൻ ഗ്രേയും സ്ട്രൈക്കറുടെ ആർമിയുമായി പോരാടുമ്പോൾ നൈറ്റ് ക്രോളർ സേവിയറിനെ രക്ഷിക്കുന്നു. എന്നാൽ ഇതിനിടെ സെറീബ്രോ വെച്ച് മനുഷ്യരെ എല്ലാം കൊല്ലാൻ മാഗ്നറ്റോ പ്ലാൻ ചെയ്യുന്നു. ജെയ്സണെ മിസ്റ്റീക് മാനിപ്പുലേറ്റ് ചെയ്തെങ്കിലും എക്സ്മെൻ ഇടപെട്ട് അത് തടയുന്നു. ഫൈറ്റിനിടെ ആൽക്കലിയിലേക്കുള്ള ഡാം തകരാൻ തുടങ്ങുന്നു. എക്സ്മെനും സേവ് ചെയ്ത വിദ്യാർത്ഥികളും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. എന്നാൽ തുടർന്നുള്ള വെള്ളപ്പൊക്കത്തിൽ നിന്ന് ടീമിനെ രക്ഷിക്കാൻ ജീൻ ഗ്രേ സ്വയം ത്യാഗം ചെയ്യുന്നു. എന്നാൽ ജീൻ മരിച്ചിട്ടില്ലെന്നും ഡാർക്ക് ഫീനിക്സ് എന്ന ഒരു ശക്തിയെ തിരികെ വരുമെന്നും സൂചന നൽകി സിനിമ അവസാനിക്കുന്നു. എക്സ്മെൻ ദ ലാസ്റ്റ് സ്റ്റാൻഡ്. 20 വർഷങ്ങൾക്ക് മുമ്പ് പ്രൊഫസർ എക്സും മാഗ്നറ്റോയും ജീൻ ഗ്രേ എന്ന പെൺകുട്ടിയുടെ വീട് സന്ദർശിക്കുന്നു. അവർ അവരുടെ അപാരമായ ടെലിപ്പത്തിക് ടെലക്കനറ്റിക് ശക്തികൾക്ക് സാക്ഷ്യം വഹിക്കുകയും സേവിയർ സ്കൂൾ ഫോർ ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഒരിടം നൽകാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് വർത്തിങ്ടൺ ഫാമിലിയിലെ ഏറ്റവും പുതിയ ജനറേഷനുള്ള വാറൻ വർത്തിങ്ടൺ മൂന്നാമൻ തന്റെ മ്യൂട്ടേഷന്റെ ഫലമായി വന്ന പുറകിലെ ചിറകുകൾ മുറിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത് അവന്റെ അച്ഛൻ കണ്ടെത്തുന്നു. പ്രസന്റ് ഡേയിലേക്ക് വന്നാൽ തന്റെ മകന്റെ ചിറകുകൾ ഇല്ലാതാക്കാനുള്ള ഒരു സൊല്യൂഷൻ വാറൻ വർത്തിങ്ടൺ രണ്ടാമൻ കണ്ടെത്തുന്നു. ആ വഴി എല്ലാ മ്യൂട്ടൻസിന്റെയും പവേഴ്സ് ഇല്ലാതാക്കാനും. ജിമ്മി അഥവാ ലീച്ച് എന്നൊരു മ്യൂട്ടൻ കുട്ടിയുടെ അടുത്തേക്ക് ഏതെങ്കിലും മ്യൂട്ടൻസ് വന്നാൽ അവരുടെ പവേഴ്സ് വർക്കാവില്ല. ജിമ്മിയുടെ DNA ഉപയോഗിച്ച് അവരങ്ങനെ മ്യൂട്ടൻസിന്റെ പവേഴ്സ് ഇല്ലാതാക്കാനുള്ള ക്യൂർ കണ്ടെത്തി പബ്ലിക്കലി അനൗൺസ് ചെയ്തു. ഈ അനൗൺസ്മെന്റ് മ്യൂട്ടന്റുകളെ വിവിധ ധ്രുവങ്ങളിലാക്കുന്നു. മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ സ്പർശിക്കാൻ തന്നെ അനുവദിക്കുന്ന പ്രതീക്ഷയിൽ റോഗ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു. റോഗിനെ പോലെ സ്വന്തം പവേഴ്സ് ശാപമായി കാണുന്ന ഒട്ടനവധി മ്യൂട്ടൻസ് ക്യൂറിനെ സപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ മറുവശത്ത് മാഗ്നറ്റോ ലോകശാന്തിയെ മ്യൂട്ടൻ കൈനിന്റെ നിലനിൽപ്പിന് ഭീഷണിയായി കാണുന്നു. അതിനെതിരെ പോരാടാൻ ബ്രദർഹുഡിൽ കൂടുതൽ മെമ്പേഴ്സിനെ കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു. ചില മ്യൂട്ടൻസിനെ രക്ഷിക്കുന്നതിൽ മിസ്റ്റേക്കിന് തന്നെ പവേഴ്സ് നഷ്ടമാവുന്നു. അതോടെ മാഗ്നറ്റോ അവൾ ഉപേക്ഷിക്കുന്നു. ഈ ബഹളങ്ങൾക്കിടെ ജീന്റെ മരണം പിടിച്ചൊളിച്ച സൈക്ലോപ്സ് ആൽക്കലിയിലേക്ക് പോകുന്നു. എന്നാൽ ജീൻ അതാ ജീവനോട് നിൽക്കുന്നു. ഒരു പവർ ബസ്സിൽ സൈക്ലോപ്സ് മരിക്കുന്നു. സൈക്ലോപ്സിനെ തേടിയിട്ട് വൂൾവറിനും സ്റ്റോമും അവന്റെ ഗ്ലാസസ് മാത്രമാണ് കാണുന്നത്. ജീനെ അവർ മാൻഷനിലേക്ക് കൊണ്ടുവരുന്നു. ജീനിന്റെ അപാരമായ ശക്തികൾക്ക് കാരണം അവളുടെ ഉള്ള ഡ്യുവൽ പേഴ്സണാലിറ്റി ആണെന്ന് സീവർ വിശദീകരിക്കുന്നു. യുക്തിബോധമുള്ള ജീൻ, ശക്തിയും വിനാശകാരിയുമായ ഫീനിക്സ് എന്നിവയായിരുന്നു ആ 2 ഐഡന്റിറ്റികൾ. ഡേഞ്ചർ ആയതുകൊണ്ട് തന്നെ ഫീനിക്സിനെ സേവർ ജീന്റെ മൈൻഡിൽ ഡീപ് ഡൗൺ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് പുറത്തു വന്നു. പിന്നീട് ജീൻ എഴുന്നേറ്റ് ലാബ് തകർത്ത് തന്റെ പഴയ വീട്ടിലേക്ക് പോകുന്നു. അവിടേക്ക് മാഗ്നറ്റോയും സേവിയറും വൂൾവറിനും എത്തുന്നു. ഫീനിക്സ് ആയി മാറിയ ജീൻ പ്രൊഫസർ എക്സിനെ കൊല്ലുന്നു. ജീനെ മാഗ്നറ്റോ എങ്ങനെയൊക്കെയോ തന്റെ കൂടെ കൊണ്ടുപോകുന്നു. മാഗ്നറ്റോ വർത്തിങ്ടൺ ലാബ് അറ്റാക്ക് ചെയ്ത് ക്യൂറും സോഴ്സായി ജിമ്മിയെ നശിപ്പിക്കാൻ തീരുമാനിക്കുന്നു. വർത്തിങ്ടൺ ലാബ് സ്ഥിതി ചെയ്യുന്നത് അൽക്കട്രാസ് ദ്വീപിലെത്താൻ മാഗ്നറ്റോ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് തന്റെ പവേഴ്സ് ഉപയോഗിച്ച് നീക്കുന്നു. അവിടത്തെ വൂൾവറിനും സ്റ്റോമും നയിക്കുന്ന എക്സ്മെൻ ടീമിനെ മാഗ്നറ്റോയും ബ്രദർഹുഡും നേരിടുന്നു. ബീസ്റ്റ് ക്യൂർ എടുത്ത് മാഗ്നറ്റോയുടെ ദേഹത്ത് കുത്തിവെക്കുന്നു. അങ്ങനെ മാഗ്നറ്റോയുടെ പവേഴ്സ് നള്ളിഫൈ ചെയ്യുന്നു. ഫീനിക്സ് അവളുടെ മുഴുവൻ ശക്തിയും അൺലീഷ് ചെയ്യുന്നതോടെ മനുഷ്യർ ഉൾപ്പെടെ ചുറ്റുമുള്ളതെല്ലാം തകരുന്നു. എന്നാൽ വൂൾവറിൻ തന്റെ ഹീലിംഗ് ഫാക്ടേഴ്സ് കാരണം അവളുമായി മരിക്കുന്നില്ല. ഫീനിക്സിന്റെ ഉള്ളിൽ നിന്നും കുറച്ചുനേരം സ്ട്രഗിൾ ചെയ്ത് പുറത്തു വന്ന ജീൻ തന്നെ കൊല്ലാൻ വൂൾവറിനോട് അപേക്ഷിക്കുന്നു. മനസ്സില്ലാ മനസ്സോടെ മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി വൂൾവറിൻ അങ്ങനെ ജീനെ കൊല്ലുന്നു. അങ്ങനെ എല്ലാം അവസാനിച്ചു. എല്ലാവരുടെ ജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു. സ്റ്റോം പുതിയ ഹെഡ്മിസ്ട്രസ്സായി സ്കൂൾ പ്രവർത്തിക്കുന്നത് തുടരുന്നു. ക്യൂർ നേടിയ റോഗ് ഐസ്മാനൊപ്പം ഒത്തുചേരുന്നു. ഫൈനൽ സീനിൽ മാഗ്നറ്റോ ഒരു പാർക്കിലെ ചെസ് ബോർഡിന്റെ സൈഡിൽ ഇരിക്കുന്നു. ഇന്ന് അയാൾക്കെതിരെ കരുക്കൾ നീക്കാൻ ആ പഴയ കൂട്ടുകാരനില്ല. ഒരു ലോഹ ചെസ് പീസിനെ സൂക്ഷ്മമായി മാഗ്നറ്റോ നീക്കുന്നു. അയാളുടെ ശക്തികൾ തിരിച്ചു വരുമെന്ന് ഈ സീൻ സൂചിപ്പിക്കുന്നു. ദി വൂൾവറിൻ. 1945 ഓഗസ്റ്റിൽ നാഗസാക്കിക്ക് സമീപമുള്ള ഒരു ജാപ്പനീസ് യുദ്ധ തടവുകാരുടെ ക്യാമ്പിലാണ് ലോഗൻ. നഗരം അണുബോംബിനിരയാകുന്ന സമയത്ത് ഇച്ചിറോ യഷിത എന്ന ഉദ്യോഗസ്ഥനെ ലോഗൻ സ്ഫോടനത്തിൽ നിന്ന് രക്ഷിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം 2013 ജീനിന്റെ മരണം വേട്ടയാടുന്ന വൂൾവറിൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നു. ഇടയ്ക്കിടെ ലോഗൻ ജീനിനെ കാണുന്നതായി ഹാലൂസിനേറ്റ് ചെയ്യുന്നുണ്ട്. ലോഗനെ തേടി യുക്കിയോ എന്ന ജാപ്പനീസ് മ്യൂട്ടന്റ് എത്തുന്നു. ഇപ്പോൾ മരണക്കിടക്കിൽ കിടക്കുന്ന യാഷിതയെ കാണാൻ ജപ്പാനിലേക്ക് പോകണമെന്ന് യുക്കിയോ ലോഗനെ ബോധ്യപ്പെടുത്തുന്നു. ജപ്പാനിൽ ലോഗന്റെ ഹീലിംഗ് ഫാക്ടേഴ്സ് എബിലിറ്റി തന്നിലേക്ക് കൈമാറാൻ യാഷിത ആവശ്യപ്പെടുന്നു. ഇത് ലോഗനെ മർത്തിനാക്കാനും അവന്റെ ശാശ്വതമായ കഷ്ടപ്പാടുകൾ അവസാനിപ്പിക്കാനും സഹായിക്കുമെന്ന് യാഷിത പറയുന്നു. എന്നാൽ ലോഗൻ ഇതിനെ വിസമ്മതിച്ചു. താമസിയാതെ യാഷിത മരിക്കുന്നു. യാഷിതയുടെ സാമ്രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള കോൺസ്പിറസികളുടെ ടാർഗറ്റ് ആയതിനാൽ യാഷിതയുടെ ചെറുമകൾ മാരിക്കോയെ വിവിധ കൊലയാളികളിൽ നിന്നും യാക്കൂസയിൽ നിന്നും ലോഗൻ സംരക്ഷിക്കുന്നു. പിന്തുടരിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ ലോഗനും മാരിക്കോയും തമ്മിൽ കൂടുതൽ അടുപ്പത്തിലാവുന്നു.
ഇതിനിടെ യാഷിതയുടെ മകൻ ഷിങ്കനൊപ്പം പ്രവർത്തിക്കുന്ന വൈപ്പർ എന്ന മ്യൂട്ടന്റ് ഉണ്ടാക്കിയ ഒരു ഉപകരണം ഉപയോഗിച്ച് ലോഗന്റെ ഹീലിംഗ് ഫാക്ടർ എബിലിറ്റി സപ്രസ് ചെയ്യപ്പെടുന്നു. ലോഗൻ തന്റെ റീജനറേറ്റീവ് എബിലിറ്റീസ് ഇല്ലാതെ പോരാടുമ്പോൾ വെല്ലുവിളികളെയും അപകടങ്ങളെയും ദുർബലതയോടെ അഭിമുഖീകരിക്കുന്നു. സിനിമയുടെ ക്ലൈമാക്സ് നടക്കുന്ന യാഷിതയുടെ ലാബിലാണ്. അവിടെ ലോഗൻ വൈപ്പറിനെയും സിൽവർ സമുറായി എന്ന അടമാറ്റിയും കൂടി നിർമ്മിച്ച കൂറ്റൻ റോബോട്ടിനെയും നേരിടുന്നു. എന്നാൽ സിൽവർ സമുറായി യഥാർത്ഥത്തിൽ തന്റെ മരണം ഫേക്ക് ചെയ്ത യാഷിത തന്നെയായിരുന്നു. ലോഗന്റെ ഹീലിംഗ് എബിലിറ്റീസ് ബലപ്രയോഗത്തിലൂടെ ഏറ്റെടുക്കാനായിരുന്നു യാഷിതയുടെ ശ്രമം. തുടർന്നുള്ള യുദ്ധത്തിൽ ലോഗന്റെ നഖങ്ങൾ അറ്റുപോയെങ്കിലും മാരിക്കോയുടെ സഹായത്തോടെ യാഷിതയെ പരാജയപ്പെടുത്താൻ അയാൾക്ക് കഴിയുന്നു. അവസാനം ലോഗൻ തന്റെ റീജനറേറ്റീവ് എബിലിറ്റീസ് വീണ്ടെടുക്കുകയും തന്റെ ഇമ്മോർട്ടാലിറ്റിയും ജീനുകളുടെ നഷ്ടവുമായി പൊരുത്തപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് യുക്കിയോയുമായി ലോഗൻ ഒരു പുതിയ ലക്ഷ്യബോധത്തോടെ ജപ്പാൻ വിടുന്നു. മിഡ് ക്രെഡിറ്റ് സീനിൽ എയർപോർട്ടിൽ ഇറങ്ങി ലോഗനെ തേടിയെത്തിയത് മാഗ്നറ്റോയും പ്രൊഫസർ എക്സുമായിരുന്നു. മ്യൂട്ടൻസ് ഒന്നടങ്കം നേരിടുന്ന വലിയൊരു പ്രതിസന്ധി വരുമെന്നും അത് തടയാൻ ലോഗന്റെ സഹായം വേണമെന്നും അവർ പറയുന്നു. ആ കഥയാണ് തൊട്ടടുത്ത സിനിമയിൽ പറയുന്നത്. എക്സ്മെൻ ഡേയ്സ് ഓഫ് ഫ്യൂച്ചർ പാസ്റ്റ്. 2023 ഡിസ്റ്റോപ്പിയൻ ഫ്യൂച്ചറിൽ മ്യൂട്ടൻസിനെ ഹ്യൂമൻസ് വേട്ടയാടി കൊല്ലുകയും പ്രിസണേഴ്സ് ആക്കി വെക്കുകയും ചെയ്യുന്നു. സെന്റിനൽസ് എന്ന ഭീമാകാരന്മാരായ റോബോട്ട്സ് ആണ് മ്യൂട്ടന്റുകളെ കണ്ടെത്തി കൊല്ലുന്നതിൽ ഹ്യൂമൻസ് മെയിനായി യൂസ് ചെയ്യുന്നത്. സെന്റിനൽസിന് മ്യൂട്ടൻസിന്റെ എബിലിറ്റീസ് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനാൽ മ്യൂട്ടൻസിനെ ഈസിയായി അവർ കൊല്ലുന്നു. സെന്റിനൽസ് കാണാതെ ഒളിച്ചു താമസിക്കുകയാണ് എക്സ്മെൻ ടീമും മാഗ്നറ്റോയും. സെന്റിനൽസിന് ഇത്രയും അഡ്വാൻസ്ഡ് ആകാൻ കഴിഞ്ഞത് മിസ്റ്റീക്കിന്റെ ഷേപ്പ് ഷിഫ്റ്റിംഗ് സെൽസിന്റെ കേപ്പബിലിറ്റി ഉള്ളതുകൊണ്ടാണ്. 1973 സെന്റിനൽ പ്രോഗ്രാം ഹെഡായി ബൊളിവർ ട്രാസ്കിനെ മിസ്റ്റീക്ക് കൊല്ലുമ്പോൾ ക്യാപ്ചർ ചെയ്യപ്പെടുന്നു. അങ്ങനെയാണ് മിസ്റ്റീക്കിന് DNA എത്തി സെന്റിനൽസ് ഇത്രയും ഡേഞ്ചറായി മാറിയത്. സെന്റിനൽസിനെ ഇല്ലാതാക്കാൻ ഒരു മാർഗമേ ഉള്ളൂ. ഈ ഡിസ്റ്റോപ്പിയൻ ഫ്യൂച്ചർ ഉണ്ടാകാൻ കാരണമായി ബൊളിവർ ട്രാസ്കിന്റെ അസാസിനേഷനിൽ നിന്നും മിസ്റ്റീക്കിനെ തടയണം. റീജനറേറ്റീവ് എബിലിറ്റി ഉള്ളതിനാൽ വൂൾവറീൻ എങ്ങനെ ട്രെയിൻ ട്രാവൽ ചെയ്യിക്കുന്നു. കിറ്റി പ്രൈഡ് ആണ് വൂൾവറീന്റെ മൈൻഡിനെ 1973 അയക്കുന്നത്. ഇതിനിടെ ഫ്യൂച്ചറിൽ ബോഡിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ സെന്റിനൽസ് വന്നെല്ലാം നശിപ്പിച്ചാലോ ആ ഒരു പാസ്റ്റ് മാറുകയില്ല. 1973 വൂൾവറീൻ പ്രൊഫസർ എക്സിനെ കണ്ടെത്തുന്നു. എന്നാൽ ഹാങ് മക്കോയ് ഉണ്ടാക്കിയ സെറം കുടിച്ച് നടക്കാൻ സാധിക്കുന്ന ഒരു സേവിയർ ആയിരുന്നു അത്. എന്നാൽ അതിന്റെ സൈഡ് എഫക്റ്റ് അയാൾക്ക് ടെലിപ്പാത്തിക് എബിലിറ്റീസ് വർക്കാവില്ല. ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നീട് വൂൾവറീനൊപ്പം അവർ ചേരുന്നു. മാഗ്നറ്റോയ്ക്ക് പോലും ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാത്ത മകൻ പീത്തർ അഥവാ ക്വിക്സിൽവറിനെ അവർ കണ്ടെത്തുന്നു. സൂപ്പർ സ്പീഡാണ് ക്വിക്സിൽവറിന്റെ പവർ. ക്വിക്സിൽവറിന്റെ സഹായത്തോടെ പ്ലാസ്റ്റിക് പ്രിസണിൽ നിന്നും മാഗ്നറ്റോയെ അവർ രക്ഷിക്കുന്നു. ഇതിനിടയിൽ ഫ്യൂച്ചറിൽ സെന്റിനൽസ് എക്സ്മെനെ ആക്രമിക്കുന്നു. പാസ്റ്റിൽ മിസ്റ്റീക്കിനെ തടയാൻ അവർ ശ്രമിക്കുന്നു. ഒടുവിൽ മിസ്റ്റീക്ക് ബൊളിവർ ട്രാസ്കിനെ കൊല്ലാതെ വിടുന്നു. അങ്ങനെ സെന്റിനൽസ് ഉണ്ടാകുന്നില്ല. ആ ഡിസ്റ്റോപ്പിയൻ ഫ്യൂച്ചർ ഇല്ലാതായി. പുതിയൊരു ഫ്യൂച്ചറിൽ വൂൾവറീൻ എഴുന്നേൽക്കുന്നു. ജീനും സ്കോട്ടുമെല്ലാം ജീവനോടെയുള്ള പുതിയൊരു ഭാവി. അവിടെ ഈ മുൻ സംഭവങ്ങളെല്ലാം അറിയാവുന്ന രണ്ടേ പേരായി പ്രൊഫസർ എക്സും വൂൾവറീനും. അങ്ങനെ ഡേയ്സ് ഓഫ് ഫ്യൂച്ചർ പാസ്റ്റിലെ ഇവന്റ്സ് കാരണം പുതിയൊരു ഫ്യൂച്ചർ ഉണ്ടായി നമ്മൾ പറഞ്ഞല്ലോ. ഇതുമൂലം എക്സ്മെൻ ഫ്രാഞ്ചൈസിക്ക് പുതിയൊരു ടൈം ലൈൻ ഉണ്ടാവും. അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ സിനിമകളിൽ എക്സ്മെൻ ഫസ്റ്റ് ക്ലാസ് ഒഴികെയുള്ള എല്ലാ സിനിമകളും ഈ ഒരു പുതിയ ഫ്യൂച്ചറിൽ ഇല്ലാതാവുകയാണ്. 1960കളിലാണ് എക്സ്മെൻ ഫസ്റ്റ് ക്ലാസ് നടക്കുന്നത്. അതിനുശേഷം 1973 ഡേയ്സ് ഓഫ് ഫ്യൂച്ചർ പാസ്റ്റിൽ ഒരു ബിഗ് ചേഞ്ച് നടക്കുന്നത്. സോ അതിനുശേഷം വന്ന ഒറിജിൻസ് വൂൾവറീൻ ആയിക്കോട്ടെ, എക്സ്മെൻ ഒറിജിനൽ ട്രിലോജി ആയിക്കോട്ടെ, ദ വൂൾവറീൻ ആയിക്കോട്ടെ, ഈ സിനിമകളൊന്നും തന്നെ ഈ ഒരു പുതിയ ടൈമിലേക്ക് നടക്കുന്നില്ല. പകരം പുതിയ സ്റ്റോറീസ് നടക്കുന്നു. അങ്ങനെ വന്ന മൂവീസാണ് 1980കളിൽ നടക്കുന്ന എക്സ്മെൻ അപ്പോക്കലിപ്സും 1990കളിൽ നടക്കുന്ന ഡാർക്ക് ഫീനിക്സും പിന്നെ 2020s കുറച്ചുകൂടെ ഒരു ബിഗ് ഫ്യൂച്ചറിൽ നടക്കുന്ന ദ ന്യൂ മ്യൂട്ടൻസും ലോഗനും. എക്സ്മെൻ ഫ്രാഞ്ചൈസിൽ വേറെ കുറെ സിനിമകൾ ഇറക്കാൻ പ്ലാൻസ് ഉണ്ടായിരുന്നെങ്കിലും ഫോക്സിനെ ഡിസ്നി വാങ്ങിച്ചതോടുകൂടി മാർവലിന്റെ അടുത്തേക്ക് എക്സ്മെൻ ക്യാരക്ടേഴ്സിന്റെ റൈറ്റ്സ് തിരിച്ചെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഡെഡ്പൂൾ വൂൾവറീൻ റിലീസ് ആവുന്നു. ആൻഡ് ഈ ഒരു സിനിമയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഒറിജിനൽ ടൈം ലൈനിലെ ഒരുപാട് ക്യാരക്ടേഴ്സ്, ടൈറ്റിൽ ക്യാരക്ടറായി വൂൾവറീനും വേറെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഗസ്റ്റ് റോൾസിലും ഒക്കെ ആയിട്ട് കടന്നു വരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഡെഡ്പൂൾ വൂൾവറീൻ കാണുന്നതിന് മുന്നേ നിർബന്ധമായിട്ട് നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു കണ്ടന്റാണ് എക്സ്മെന്റെ ഒറിജിനൽ ടൈം ലൈൻ എന്ന് പറഞ്ഞത്. സോ സമയമില്ലാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഒരു റീക്യാപ്പായിട്ട് ചെയ്തത്. ഇനി മുന്നേ തന്നെ നമ്മൾ ഡെഡ്പൂളിന്റെ 2 മൂവീസും റീക്യാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ലോഗനാണ്. സോ ഇത്തരത്തിലുള്ള കൂടുതൽ മാർവൽ DC ആനിമേറ്റഡ് കണ്ടന്റ്സ് നമ്മുടെ ചാനൽ റെഗുലർ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു കണ്ടുപിടുത്തമായിരിക്കും. ദിസ് ഇസ് ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം കൊമിക് മന്ത്ര.